റിനി ഒടുവിൽ ആ അതിജീവിത പരാതി നൽകാനുള്ള ധൈര്യം കാണിച്ചിരിക്കുന്നു. ഇനി എത്രത്തോളം നമ്മളൊപ്പം അവർക്കൊപ്പം നിൽക്കേണ്ടതുണ്ട്? തീർച്ചയായിട്ടും ഇനിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവർക്കൊപ്പം നിൽക്കേണ്ടത്. കാരണം ഇനി അവർ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ഓർക്കുമ്പോൾ വളരെയധികം ഒരു വിഷമമുണ്ട്. ഇതുവരെ അവർ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ വിഷമതകൾ അവർ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ തീർച്ചയായിട്ടും അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തും. അവർ ചെയ്യാത്തതും ചെയ്തതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. അതുപോലെ ഇനിയിപ്പോൾ ട്രയലും എല്ലാ കാര്യങ്ങളും അവർ ഫേസ് ചെയ്തേണ്ട ഒരുപാട് ഇപ്പം നമ്മളെപ്പോലെ നമ്മൾ മീഡിയാസ് ആണെങ്കിലും പൊതുസമൂഹത്തിൽ നല്ല രീതിയിൽ ഇതിനെ കാണുന്നവരും ഒക്കെ അവർക്ക് വലിയൊരു പിന്തുണ നൽകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ വിചാരം എന്താണെന്നറിയോ, ഞാനിവിടെ എല്ലാം തികഞ്ഞവളാണ്, ഞാനിവിടെ വലിയൊരു പെണ്ണാണ്, എല്ലാവരും എന്റെ വേക്കിൽ ഇവിടെ അണിനിരക്കണം, ഞാൻ മാത്രമാണ് ഇവിടെ പെണ്ണുങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഒരാള്, എന്നെ പോലെ എന്റെ അത്രത്തോളം ക്വാളിറ്റിയുള്ള ഒരാളും ഇന്ന് കേരളത്തിന്റെ മണ്ണിലില്ല, എനിക്ക് അത്രത്തോളം ധൈര്യമൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് ഇവിടെ സ്വയമായി കണ്ട് ഇവിടെ വിലയിരുത്തുന്നത്. ഇവിടെ സംസാരത്തില് എനിക്ക് ഇവിടെ തോന്നുന്നത് എന്ത് കണ്ടിട്ട് ഇവിടെ വന്നുകൊണ്ട് ഇങ്ങനെ കണ്ട് ചലക്കണത് എന്നുള്ളത് ഒരു പുറത്തം ഇവിടെ കിട്ടുന്നില്ല. എന്ത് യോഗ്യത മണ്ണാങ്കട്ടയായിട്ട് തൊലിച്ചാ എനിക്ക് ഇവിടെ ഉള്ളത്. ഇപ്പം അതിജീവനത്തിന് ഇരയായിട്ടുള്ള ഒരു പെണ്ണ്, ഇപ്പൊ പെണ്ണിന് പേരിട്ടിട്ടുള്ള ഒരു പേര് അതിനാ അതിജീവനത്തിന് ഇരയായിട്ടുള്ള ഒരു പെണ്ണ്. അപ്പൊ ഇരയായിട്ടുള്ള പെണ്ണിന്റെ ഭർത്താവ് ഏത് കിണ്ടിയിലാ പോയി കുത്തിറക്കണേ? എന്റെ ഒരു അഭിപ്രായത്തില് ആ ഇരയായിട്ടുള്ള പെണ്ണിന്റെ ഭർത്താവ് ഉണ്ടല്ലോ, ആ ഭർത്താവിന് ഒരു ഇന്റർവ്യൂ അവിടെ ചെയ്യണം. ആ ഒരു ഭർത്താവിടെ പുറത്തു കൂടെ വരണം. എന്നിട്ട് ആ ഭർത്താവ് സത്യങ്ങൾ പറയണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇരയാക്കപ്പെട്ട പെണ്ണ് എന്ന് പറഞ്ഞല്ലോ, ആ പെണ്ണ് ഇവിടെ വന്നിട്ട് ഇവിടെ പറയണം, എടി ഇജ്ജാണ് മാറിക്കേ, ഇജ്ജ് ഇവിടെ എന്തിനാണ് ഇവിടെ ഇറങ്ങിയത് എന്നും ഇജ്ജൊക്കെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ എല്ലാവർക്കും ഇവിടെ അറിയാം. മനസ്സിലായില്ലേ? ഓലാരെങ്കിലും ഇവിടെ വന്നിട്ട് ഇവിടെ പറയണം. അല്ലാതെ ഈ ആട്ടുതൊലിച്ചിനെ വെച്ച് കണ്ടൊന്നും ആരും ഇവിടെ ഒന്നും സംസാരിക്കണം ഇവിടെ വിലയിരുത്തിട്ടാ. ചില ആൾക്കാർ ഇവിടെ പറയും ആ ഒരു പെണ്ണ് അനുഭവിച്ച വേദന പെണ്ണിനെ അറിയുള്ളൂ എന്നുള്ളത്. അപ്പൊ എന്തേ വികാരം വരുന്ന സമയത്ത് എന്തേ ഈ പെണ്ണുങ്ങൾക്കൊന്നും അറിയില്ലായിരുന്ന? വികാരം വരുന്ന സമയത്ത് നല്ലോണം അങ്ങോട്ട് സുഖിച്ചല്ലോ. ഇപ്പൊ ഇന്ത്യ സുഖക്കണ്ട് പോയപ്പോൾ ഇപ്പൊ തല കുത്തനായിക്കാണ് നിങ്ങളെ ഇറങ്ങിയ. എടാ നിങ്ങളൊക്കെ ആർക്കും വേണ്ടി ഇതിന് മുന്നേ ഉമ്മൻചാണ്ടി സാറിനെ പിടിച്ചു കണ്ടേനി നിങ്ങൾ എല്ലാവരും കൂട്ടിട്ട് കണ്ട് അലക്കുന്നത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ